ഇടയ്ക്കൊക്കെ അങ്ങനെയാവും. ഹായ് ഹലോ, ഇന്ന് നമുക്കൊരു സ്പെഷ്യൽ സാധനം ഉണ്ടാക്കിയാലോ? എന്താണെന്നല്ലേ, ഫിഷ് ബിരിയാണി ഉണ്ടാക്കാൻ പോവാണ്. അപ്പോൾ എന്താവും ഏതാവും എനിക്കറിയില്ല. ഞാൻ സെക്കൻഡ് ടൈമാണ് ഉണ്ടാക്കുന്നത്. ഫസ്റ്റ് പണ്ട് ഉണ്ടാക്കിയതാണ്. അപ്പോൾ വലിയ കുഴപ്പമുണ്ടായിട്ടില്ല. ഞാനിപ്പം എൻ്റെ കയ്യിൽ എന്തൊക്കെയാണോ ഉള്ളത് അത് വെച്ചാണ് ഞാൻ ഉണ്ടാക്കാൻ പോകുന്നത്. അപ്പോൾ ഉണ്ടാക്കാൻ തുടങ്ങിയാലോ? അപ്പോൾ നമുക്ക് മീൻ പൊരിക്കാൻ വെക്കാം. മീനെല്ലാം അപ്പം സെറ്റായി വന്നിട്ടുണ്ട്. കണ്ട, നമുക്ക് എന്നിട്ട് ഇത് മാറ്റി വെക്കാം. ഇടയ്ക്കൊക്കെ അങ്ങനെയാവും. കുറച്ച് ഓയിൽ ഒഴിക്കാം. മീൻ പൊരിച്ച പാനിലോട്ട് തന്നെ കേട്ടോ ഞാൻ എണ്ണ ഒഴിച്ചിട്ട് ഉള്ളിയൊക്കെ വാട്ടുന്നത്. അപ്പോഴല്ലേ ടേസ്റ്റ് കൂടുക. അപ്പം ഞാൻ ഉള്ളിയൊക്കെ വാട്ടിക്കൊണ്ട് പിന്നെ പച്ചമുളക് ചതച്ച്, തക്കാളി ഇട്ട്, ഇഞ്ചി, പച്ചമുളക്, അതൊക്കെ പച്ചമുളക് ഞാൻ പറഞ്ഞല്ലോ. പിന്നെ മസാലപ്പൊടി, പറങ്കിപ്പൊടി, മഞ്ഞൾപ്പൊടി, മല്ലിപ്പൊടി, പിന്നെ ഗരം മസാല, ചിക്കൻ മസാല, കുറച്ച് തൈര് ഒഴിച്ച്, പിന്നെ പുതിനയും മല്ലിച്ചപ്പവും, പിന്നെ മീൻ മിക്സ് ചെയ്തിട്ട് നമുക്ക് നല്ലോണം അങ്ങോട്ട് മിക്സ് ചെയ്യാം. മസാലയെല്ലാം റെഡി ആയിട്ടുണ്ട്. മസാല കാണുമ്പോൾ തന്നെ വായിൽ വെള്ളയും ഇങ്ങനെ വരുന്നത്. ഞാൻ ഓൾറെഡി ചോറ് ആക്കി വെച്ചിട്ടുണ്ടായിരുന്നു. ചോറാക്കുന്ന എല്ലാവർക്കും അറിയാമല്ലോ, പിന്നെ പ്രത്യേകിച്ച് കാണിക്കണ്ടല്ലോ എന്ന് വെച്ചിട്ടാണ് ഞാൻ ലെയറായിട്ട് വെച്ചിട്ട് സെറ്റാക്കിയിട്ടുണ്ട്. കാണാൻ തന്നെ നല്ല രസമില്ലേ? എൻ്റെ വായിലിങ്ങനെ വെള്ളം വരുന്നത് കണ്ട ഞാൻ ഉണ്ടാക്കിയ ഫിഷ് ബിരിയാണി കണ്ട് എൻ്റെ ടേസ്റ്റ് ചെയ്ത് എങ്ങനെ ഉണ്ടാവും നോക്കാം നമുക്ക്. അപ്പോൾ കുറച്ച് സമയം വെച്ചിട്ട് ഞാൻ ടേസ്റ്റ് ചെയ്യാൻ പോവുകയാണ്. കാണാൻ തന്നെ നല്ല രസമല്ലേ? അപ്പം ഞാൻ ടേസ്റ്റ് ചെയ്തിട്ട് ബാക്കി അഭിപ്രായങ്ങൾ പറയാം. ഞാൻ തന്നെ ഉണ്ടാക്കിയിട്ട് ഞാൻ തന്നെ അഭിപ്രായം പറയും. അതാണ് എൻ്റെ വീക്ക്നെസ്. അപ്പം നമുക്ക് ടേസ്റ്റ് ചെയ്ത് നോക്കാം. കുറച്ച് തൈരൊക്കെ ആയിട്ട് മിക്സ് ചെയ്ത് നമുക്ക് തിന്ന് നോക്കാം. നല്ല അടിപൊളി ടേസ്റ്റ് ഉണ്ട്. ഈ മീൻ അയക്കൂറിയാന്ന് തോന്നുന്നു കേട്ടോ. കണ്ടോ? മുളി ശ്രദ്ധിക്കണം ഇങ്ങനെയൊക്കെ തിന്നുമ്പോ. അപ്പൊ നല്ല ടേസ്റ്റ് ഉണ്ട്, ഉണ്ടാക്കി വെക്കുക. അപ്പൊ